ജിമ്മിൽ പോ. അയ്യോ എടാ ഈ വട്ടം ജിമ്മ് റെസൊല്യൂഷൻ ഇല്ലടാ. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വട്ടം കൂടെ ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പപ്പ തല്ലിക്കൊന്നുകളയും. സാധാരണ പപ്പ ഇതിന് പോവാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷങ്ങളിലും നവംബർ 1-ാം തീയതി ആയപ്പം നേരെ പത്തനാപുരത്ത് പോയി ജിമ്മിലിടുന്ന ജട്ടി ഷെഡ്ഡി ബ്രായോ അതും ഇതുമെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് അത് കഴിഞ്ഞ് ഒരാഴ്ച ജിമ്മിൽ പോയതിന് ശേഷം 10,000 രൂപ മുടക്കി നേരെ പോയി ജിമ്മിൽ മറ്റേ ഇത് മേടിച്ചുകൊണ്ട് വന്ന് മറ്റേ പ്രോട്ടീൻ പൗഡർ. അതും കഴിഞ്ഞ് ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് 80,000 രൂപ കൊടുത്തിട്ട് ട്രെഡ്മില്ല് മേടിച്ച് വീട്ടിൽ വെച്ച്. അത് 1 വർഷം പപ്പ അങ്ങ് പോട്ടെന്ന് വെച്ച്. കഴിഞ്ഞ വർഷം അതേപോലെ ന്യൂ ഇയർ റെസൊല്യൂഷൻ നന്നാവുകയെന്ന് പറഞ്ഞ് നേരെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് എല്ലാമായിട്ട് ഇപ്പം വീരു ആണ് ട്രെഡ്മിൽ ഉപയോഗിക്കുന്നത്. അവൻ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എണ്ണീറ്റ് വരുമ്പോൾ അവൻ ട്രെഡ്മില്ലിൽ ഇരുന്ന് നിരങ്ങുന്ന കാണാം. ഒന്നത്. പിന്നെ മറ്റേ ഇത് പ്രോട്ടീൻ പൗഡർ മമ്മി ഔലേസ് കൊണ്ട് ഉണ്ടാക്കി, അത് വെച്ച് അത് അവർ തിന്ന്. അത് ഈ വർഷം കൂടെ ഞാൻ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ കൊന്നുകളയും. ഒരു സംശയവും. എന്നെ ഒറ്റ വെട്ടിന് ജിമ്മിന്റെ പറഞ്ഞ വീട്ടിലടിക്കും എന്നെ. പപ്പ എന്നെ തല്ലും. അല്ലെങ്കിൽ ആരോടും പറയാതെ ഒരു 10 ദിവസം വൈകുന്നേരം ചായ കുടിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് വർക്കൗട്ടൊക്കെ ചെയ്ത് വീട്ടിലൊക്കെ പോയി ഇതാക്കാൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്നെ തല്ലിക്കൊന്നു പറയും. ഒരു സംശയമില്ല, അതിലൊരു ഇതുമില്ല. അതുകൊണ്ട് ഈ വർഷം ഞാൻ വിചാരിച്ച് ജിം എന്നുള്ളൊരു റെസൊല്യൂഷൻ ഈ വർഷം വേണ്ടെന്ന് ഞാൻ വിചാരിച്ച്. അതാണ് നല്ലത്. എൻ്റെ ഒരു ആരോഗ്യത്തിനും. ജിമ്മിൽ പോയി ആരോഗ്യം ശരിയാവും, പക്ഷെ ഇപ്പം എൻ്റെ ആരോഗ്യത്തിനാണ് നല്ലത്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വർഷം ഒരു സൈക്കിൾ മേടിച്ചായിരുന്നു. വെറുതെ ഇരിക്കുമല്ലേ, അപ്പം സൈക്കിളൊക്കെ ചവിട്ടി കുറച്ച് സെറ്റ് ആവാന്ന് വിചാരിച്ചൊരു സൈക്കിൾ മേടിച്ച് ഇവിടുന്ന് ഞാൻ കൂടുതൽ വരെ ചവിട്ടി പോയിട്ട് എൻ്റെ കിഡ്നി വെളി വന്ന്. എന്നിട്ട് ലാസ്റ്റ് തിരിച്ചു വരാൻ പറ്റാതെ ഞാൻ പെട്ടി ഓട്ടോറിക്ഷ വിളിച്ച് സൈക്കിൾ അതിൻ്റെ ബാക്കിൽ വെച്ച് ഫ്രണ്ട് സീറ്റിലിരുന്നാൽ തിരിച്ചു വന്നേ. ഒരു 10 കിലോമീറ്റർ എനിക്ക് സൈക്കിൾ ചവിട്ടാനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല സത്യം പറഞ്ഞപ്പം. അതുകൊണ്ട് സൈക്കിളിൻ്റെ കാര്യത്തിൽ വീട്ടിൽ ഭയങ്കര സീനാണ്. ഡെക്കാത്ലോണിൽ പോയി മേടിച്ചതാണ് സൈക്കിള്. അത് വല്ലാത്ത കഴപ്പ് നോക്കിക്കോണം കേട്ടോ ഗൈസ്, നിങ്ങൾ ആലോചിക്കണം. സൈക്കിള് മാത്രമേ മേടിച്ചിരുന്നെങ്കിൽ സീനില്ലായിരുന്നു. മറ്റേ ചന്തിമുഖനെയും കൊണ്ടാണ് സൈക്കിൾ മേടിക്കാൻ പോയത്. സൈക്കിൾ മേടിക്കാൻ ഡെക്കാത്ലോണിൽ ചെന്നപ്പം പുള്ളി പറഞ്ഞു, ഇത് വണ്ടിയുടെയൊക്കെ നിങ്ങളുടെ വണ്ടി ഏതാ? നമ്മുടെ സെൽട്ടോസാ, മോഡിഫൈഡ് വണ്ടിയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വെച്ച് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ വെച്ച് 10,000-15,000 രൂപയുടെ ഒരു വണ്ടിയുടെ പുറകിൽ വെക്കുന്ന മറ്റേ റാക്കും കൂടെ മേടിച്ച് വണ്ടിയുടെ പുറകിൽ വെച്ച്. അങ്ങനെ സൈക്കിൾ മേടിക്കാൻ 25,000, റാക്ക് മേടിക്കാൻ 17,000-40,000 രൂപ കളഞ്ഞാണ്. അതുകൊണ്ട് വീട്ടിൽ ഒരു സംശയം വേണ്ട. ഫിറ്റ്നസിൻ്റെ കാര്യം എന്ത് മേടിക്കാന്ന് പറഞ്ഞാൽ ഇനി എന്നെ തല്ലും. നമുക്ക് ഉള്ളത് ഈ വട്ടം ഇനി കറക്റ്റായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് അങ്ങനെ സെറ്റാവും. അതാണ് നല്ലത്. അത് വയ്യ. ജിമ്മില്ല. ജിമ്മ് എനിക്ക് വയ്യ. ഈ വർഷത്തെ എൻ്റെ ഇതിനകത്തില്ല.